നമ്മൾ വ്ലോഗ് ചെയ്യാൻ പോണത് നമ്മുടെ വെഡിങ് ഷോപ്പിംഗ് ആണ്. പേപ്പറിലൊക്കെ എഴുതി മേടിച്ചിട്ട് നമ്മള് ഷീമാട്ടി പോയി നോക്കണം എന്ന് വിചാരിക്കണേ. നമ്മൾ ഇന്ന് രാവിലെ വാക്സിൻ എടുത്തു. ഇന്നലെ പോകാൻ വേണ്ടിയാണ് മിനിഞ്ഞാന്ന് കുളിച്ച് സെറ്റ് ആയിട്ടിരുന്നത്. ഇവിടെ ഒരാൾ കഴിക്കണം, ഇവിടെ ഒരാൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം, പിന്നെ അവിടെ ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടോ? GoPro 9. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഒരെണ്ണം GoPro 9 ആണ് വേറൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു പുതിയ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ വ്ലോഗ് ചെയ്യാൻ പോണത് നമ്മുടെ വെഡിങ് ഷോപ്പിംഗ് ആണ്. നമ്മൾ വെഡിങ് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ തന്നെ ഷോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എൻഗേജ്മെന്റ് ഷോപ്പിംഗ് പോലെ മണ്ടത്തരങ്ങളൊന്നും കൂടുതൽ കാണിക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് മെറ്റീരിയൽ വാങ്ങിക്കാൻ പോകാം കേട്ടോ. നമ്മുടെ ഹൽദി മെഹന്തി ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ലെഹങ്ക ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ ലെഹങ്ക സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം എന്ന്. റെഡിമെയ്ഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് വാങ്ങിക്കണം എന്നാണ് വിചാരിക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ എടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് നല്ല ഇങ്ങനെ മെറ്റീരിയൽ എടുക്കാൻ പറ്റുന്ന ഷോപ്പ്. അപ്പോൾ കുറേ സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പുകളിലൊക്കെ നമ്മൾ പോയി എല്ലാ ഷോപ്പുകളിലും പോയി നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു തുണി ഉണ്ടോ നോക്കും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരെ എൻ്റെ ടൈലറിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഇവിടെ പാലാരിവട്ടത്താണ് കേട്ടോ. അപ്പോൾ ആ ടൈലറിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ലെഹങ്ക സ്റ്റിച്ച് ചെയ്യാൻ എത്ര മെറ്റീരിയൽ എന്തോരം മീറ്റർ തുണിയൊക്കെ വേണമെന്ന് അറിയണ്ടേ. അപ്പോൾ ആദ്യം അത്, പിന്നെ എൻ്റെ ബ്ലൗസിൻ്റെ തുണി, അപ്പോൾ അതിനൊക്കെ എത്ര മീറ്റർ വേണമെന്ന് അറിഞ്ഞതിന്, പിന്നെ അമ്മേഴ്സിൻ്റെ, അപ്പോൾ എല്ലാം അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഷോപ്സിൽ പോയി നോക്കാൻ പോകുന്നത്. അപ്പം ഇപ്പം നമ്മൾ നേരെ വളരെയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് എന്തോരം മെഷർമെന്റ് എടുക്കണമെന്നൊക്കെ നമ്മൾ ഏകദേശം ഒരു പേപ്പറിൽ എഴുതി വാങ്ങിയിട്ടുണ്ട്. ആ പേപ്പർ എവിടെ? പേപ്പറിലൊക്കെ എഴുതി മേടിച്ചിട്ട് പേപ്പർ ഇവിടെ ഉണ്ട്. ആ അല്ല, ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് എത്ര മീറ്റർ തുണി വേണമെന്നൊക്കെ നമ്മൾ പേപ്പറിൽ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇനി നമ്മൾ അന്വേഷിക്കാൻ പോവാണ് ഓരോ മെറ്റീരിയൽ എവിടെ കിട്ടുമെന്നുള്ള കാര്യം. ഇവിടെ അഞ്ജലി ഉണ്ട് കേട്ടോ. കുറെ പേര് എന്റെ എഡിറ്റർ ഏതാ കണ്ടില്ല എന്ന് പറഞ്ഞു. ഇതാണ് മാസ്ക് വെച്ച് മറച്ചു വെച്ചിരിക്കാം. അപ്പൊ അഞ്ജലി നമുക്ക് ഇന്ന് ക്യാമറ പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം അനു ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം അനു ഇല്ല. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആരെയും വിളിക്കണത് ശരിയല്ലല്ലോ. അപ്പൊ എന്താ ഞങ്ങളിപ്പോ പോവാണ്. നമ്മള് ഷീമാട്ടി പോയി നോക്കണം എന്ന് വിചാരിക്കണേ. നമുക്ക് നമ്മുടെ ഈ ഇപ്പൊ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ക്യാമറ കാനോണിന്റെ G7 ആട്ടോ. ഇത് ഫുള്ള് കണ്ട ഇളകി പറഞ്ഞ് ബാക്ക് ഫുള്ള് അതിന്റെ രക്തവും എല്ലാം ഞാൻ ഊറ്റിയെടുത്തു. ഇതൊരു 2 വർഷത്തിന് മേലായിട്ടുണ്ടാവും ക്യാമറ എടുത്തിട്ട്. അപ്പൊ അതൊരെണ്ണം അപ്ഗ്രേഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ വി ട്രേഡേഴ്സിൽ പോയിട്ട് ക്യാമറ ഏതാ നല്ലതെന്നൊന്ന് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളൊരു ക്യാമറ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ, സോണിയുടെ CV1 സാധനം. നമ്മൾ ഓൺലൈനായിട്ട് മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പൊ അത് നമ്മൾ നല്ലതാണ്, വ്ളോഗേഴ്സിന് നോക്കി വെച്ചിട്ടുണ്ട്. ഇനി മാസ്ക് ഇട്ടിട്ട് കഴിഞ്ഞാൽ ശ്വാസം വെച്ചിട്ട് അകത്തോട്ട് കയറും. അയ്യോ. അപ്പൊ എന്തായാലും ഒന്ന് നോക്കണം. പിന്നെ വേറൊരു ഓപ്ഷൻ വന്നിട്ട് നമ്മുടെ എന്താണ് പേര്, ചെറിയ മറ്റേ ക്യാമറയുടെ വരുന്ന GoPro 9. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഒരെണ്ണം GoPro 9 ആണ് വേറൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. അപ്പൊ അതൊന്ന് നോക്കണം ഏതാണ് നല്ലതെന്ന്. എനിക്ക് മൈക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റണം. ഇതിനകത്ത് മൈക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഭയങ്കര ഒരു ഡ്രോബാക്ക് ആണ്. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല ഹാൻഡി ആയിരുന്നു, പിടിക്കാനൊക്കെ നല്ല സുഖമുള്ളതായിരുന്നു. പക്ഷെ ഇത് ഫുൾ കീറി പറഞ്ഞ അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ എല്ലാ ഇതും പോയി. അപ്പൊ നമുക്ക് നേരെ ഇനി പോയി നോക്കാം. ഇവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടാ പെട്രോൾ 1000 രൂപയ്ക്ക്. പിന്നെ വേറൊരു വിശേഷം പറഞ്ഞില്ല, നമ്മൾ ഇന്ന് രാവിലെ വാക്സിൻ എടുത്തു. രാവിലെ വാക്സിൻ അമ്മൂന് പാവം വാക്സിൻ ഇല്ല, പാവം കിട്ടി. ഞങ്ങള് 5 വാക്സിൻ എടുത്തു. ഫസ്റ്റ് ഡോസ്. ഇവിടെ നാളെ പേടിച്ച് വാക്സിൻ എടുക്കാതിരിപ്പുണ്ട്. വാക്സിൻ എല്ലാവരും എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇനി എപ്പോഴാണ് അടുത്ത കൊറോണ വന്നിരിക്കാൻ പോണേന്ന് അറിയില്ല. അതിന് മുന്നേറ്റ് വാക്സിനൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്.
അപ്പൊ ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ അന്വേഷിച്ചെടുക്കാണ് എവിടെ നിന്ന് എടുക്കും. സ്ലോട്ട് ഒരിടത്ത് അവൈലബിൾ അല്ല, എല്ലായിടത്തും നോക്കുമ്പോഴൊക്കെ 0 സ്ലോട്ടാണ്. ഇങ്ങനെ നോക്കി നടക്കായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ ഹോസ്പിറ്റൽസിൽ വിളിച്ചു ചോദിച്ചു, എല്ലാ ഹോസ്പിറ്റൽസിലും വിളിച്ചു ചോദിച്ചു എങ്ങനെയെങ്കിലും എടുത്തേ പറ്റുള്ളൂ എന്ന് ഓർത്തിട്ട്. പിന്നെ കല്യാണമൊക്കെ അല്ലേ വരണേ, അപ്പോൾ എന്തായാലും വാക്സിൻ എടുത്തേക്കണം. അപ്പം അതുകൊണ്ട് വിളിച്ച് ചോദിച്ചു, എല്ലായിടത്തും വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഒരു സ്ഥലത്ത് സൺഡേ എവിടെയാണ് ആസ്റ്ററിൽ സൺഡേസിൽ വൈകുന്നേരം 5 മണിക്കോ ആയിട്ട് സ്ലോട്ട് അവൈലബിൾ ആവും. അപ്പോൾ ഓൺലൈനായിട്ട് നോക്കിയാൽ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അമൃതയില് രാവിലെ 7 മണിക്ക് ചെന്നാൽ ഇപ്പൊ എന്തോ വാക്സിൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 1500 വാക്സിൻ ആയിട്ട് അവൈലബിൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 7 മണിക്ക് ചെന്നാ എന്താ അപ്പൊ 7 മണിയാകുമ്പോ ചെന്നിട്ടുണ്ടെങ്കിൽ വാക്സിൻ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 7 മണിക്ക് ചെന്ന് വാക്സിനൊക്കെ എടുത്തു, ഫസ്റ്റ് ഡോസ് എടുത്തു. എനിക്കങ്ങനെ എന്താ അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ചിലപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. എന്തായാലും ഇന്ന് നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഷോപ്പിങ്ങിന് വരാനിരുന്നത്. ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഇന്നലെ അത്യാവശ്യമായിട്ടൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇന്നലെ വരാൻ പറ്റിയില്ല. സോ അപ്പോൾ ഇന്ന് നമ്മൾ അതുകൊണ്ട് പോവാണ്. അതൊക്കെയാണ് വിശേഷം. പിന്നെ എന്താ നമുക്ക് എന്താ വിചാരിച്ചിരുന്നു? ഇന്നലെ പോവാന്ന് വിചാരിച്ചിട്ടാണ് മൂസിരുന്നു. ഇന്നലെ പോവാൻ വേണ്ടിയാണ് മിനിഞ്ഞാന്നെ കുളിച്ച് സെറ്റ് ആയിട്ടിരുന്നത്. കേൾക്കണ്ടോ അതൊക്കെ? ആഘോഷങ്ങളും ചാന്തിയും സംക്രാന്തിക്കും എന്നൊക്കെ പറയുന്ന പോലെ. ഇനി നെക്സ്റ്റ് ഷീമാട്ടിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഷീമാട്ടി പോയിട്ട് മെറ്റീരിയൽസ് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനടുത്തുള്ള മിലാൻ അങ്ങനെ അടുത്തുള്ള ഷോപ്പുകളിൽ കയറി നോക്കും മെറ്റീരിയൽസ്. ഈ വഴി അപ്പുറത്തെ വഴിയും കയറാന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇതിന് വേറൊരു ഓപ്പണിംഗ് ഇല്ലേ ബാക്ക് സൈഡിൽ കൂടെ എങ്ങോട്ടും? അപ്പൊ അതിന് ശേഷം നമ്മൾ ഓരോരോ കടകളിൽ പോയി മെറ്റീരിയൽ നോക്കും. എന്നിട്ട് ലാസ്റ്റ് എല്ലായിടത്തും പോയി മെറ്റീരിയൽ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഉണ്ടോ നോക്കിയതിന് ശേഷമാണ് നമ്മൾ സാധനം വാങ്ങിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ കല്യാണ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഡേറ്റ് പറയാം. തിങ്കളാഴ്ച, അതുപോലെ ബുധനാഴ്ച, പിന്നെ വെള്ളി അല്ലേ? തിങ്കൾ, ബുധൻ, വെള്ളി ഈ 3 ദിവസങ്ങളിലാണ് നമുക്ക് തുണിക്കടകൾ ഓപ്പൺ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് വരാം, അല്ലെങ്കിൽ ചമ്മി പോണ്ടി വരും. ഓക്കെ, അപ്പൊ ഞാൻ ഇനി അകത്ത് കയറിയിട്ട് അവരെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുമെന്ന് അറിയില്ല. നമ്മൾ ഡ്യൂ ഡ്രോപ്സിലും കയറുന്നുണ്ട് കേട്ടോ. അത് ആരൊക്കെയോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂ ഡ്രോപ്സ്. അതിവിടെ ഇപ്പോഴാണ് കണ്ടേ. അപ്പൊ അവിടെ നമ്മൾ കയറുന്നതാണ്. ഓക്കെ, ഇവിടുന്ന് വണ്ടി വരുന്നു. നമ്മൾ അവിടെ പാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഷീമാട്ടിയിലോട്ട് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഡ്യൂ ഡ്രോപ്സിൽ കയറിയിരുന്നു കേട്ടോ. അതിന് ക്ലിപ്പിംഗ്സ് എത്തില്ല, അതാ ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. ഡ്യൂ ഡ്രോപ്സിൽ മെറ്റീരിയൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലാതുള്ള മോഡേൺ ഡ്രസ്സുകൾ, കുർത്തീസ്, ജീൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആട്ടോ അവിടെ ഉള്ളത്. അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ സാനിറ്റൈസ് ചെയ്ത്, ഇവിടെ നമ്മൾ എന്തോ ഓൺലൈൻ എന്തോ ചെയ്തിട്ടാണ് വേണം അകത്ത് കയറാൻ വേണ്ടി, അങ്ങനെ എന്തോ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അകത്ത് കയറി മെറ്റീരിയൽസ് നോക്കുകയാണ്. മെറ്റീരിയൽസ് ഉണ്ട്, പക്ഷെ എന്നാലൊക്കെ കുറവാണ് കേട്ടോ. കൊറോണ ആയതുകൊണ്ട് എല്ലാ ഷോപ്സിലും ഇങ്ങനെ മെറ്റീരിയൽസ് കുറവാന്ന് തോന്നി. അപ്പം ഞാൻ ലെഹങ്കയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഞാൻ കുർത്തി സ്റ്റിച്ച് ചെയ്യിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സ്റ്റിച്ചഡ് കുർത്തിനെക്കാട്ടിലും എനിക്ക് ഇത്തിരി കൂടെ നല്ലത് സ്റ്റിച്ചഡ് അല്ല, റെഡിമെയ്ഡ് കുർത്തിനെക്കാട്ടിലും കുറച്ചുകൂടി എനിക്ക് നല്ല സ്റ്റിച്ചഡ് ആയിരിക്കും. കാരണം എൻ്റെ പൊക്കത്തിനും മണ്ണത്തിനും അനുസരിച്ചിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്തെടുപ്പിക്കണമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മെറ്റീരിയൽ അതിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലെഹങ്കയ്ക്ക് വേണ്ടിയിട്ടും. ലെഹങ്കയ്ക്ക് ഞാൻ അത്ര ഒരുപാട് പ്രൈസി ആയിട്ടുള്ളതും നോക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് അങ്ങനെ തുണികളൊക്കെ നോക്കുമായിരുന്നു എങ്ങനെയുണ്ട് എന്നൊക്കെ. കൂടുതലും ഞാൻ റെഡ് കളേഴ്സ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്, ബ്രൈറ്റനിങ് കളേഴ്സ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നമ്മുടെ കുർത്തിക്ക് വേണ്ടിയിട്ട് നോക്കിയത് കേട്ടോ. പ്ലെയിൻ കളേഴ്സാണ് ഞാൻ കുർത്തിക്ക് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെയുള്ളതൊക്കെ നോക്കുമായിരുന്നു. അപ്പം നമ്മൾ ഷീമാട്ടി പോയിട്ട് ഷീമാട്ടിയിൽ ഡ്രസ്സ് നോക്കി. എൻ്റെ മനസ്സിൽ ലെഹങ്ക ഒരു റെഡ് കളർ വേണമെന്നാട്ടോ, ഹൽദിക്ക് വേണ്ടിയിട്ട്. ഹൽദിക്ക് എല്ലാവരും യെല്ലോ കളറാണ്. അപ്പം എനിക്ക് യെല്ലോ കളറ് വേണ്ടെന്ന് വിചാരിച്ചു. ഒന്നില്ലേ, ഞാൻ എപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിലും യെല്ലോ അല്ലെങ്കിൽ ഗ്രീനിലോട്ടാണ് ചെല്ലുന്നത്. അപ്പം അതുകൊണ്ട് ഞാനടുത്ത് റെഡ് കളറിൽ എനിക്ക് അങ്ങനെ കുറവാണ്. അപ്പം റെഡ് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഡാർക്ക് ആയിട്ടുള്ള റെഡ്. അത് അത്ര ഡിസൈൻ ഇല്ലാണ്ട് ഇങ്ങനെ അടുത്തടുത്തായിട്ടുള്ള ഡിസൈൻസ് ഉള്ളത്, അതായത് ഇങ്ങനെ ചെറിയ ചെറിയ ബീഡ്സ് ഉള്ളത്. അതും എനിക്ക് സിൽക്ക് മെറ്റീരിയൽ അല്ലെങ്കിൽ സാറ്റിൻ അല്ലെങ്കിൽ ജോർജറ്റ് മെറ്റീരിയൽ വേണം. അപ്പം ഞാനവിടെ നോക്കി
ഒരെണ്ണം കുഴപ്പമില്ല, പക്ഷെ അവിടുത്തെ കളറിൽ എന്താ വെച്ചാൽ നമ്മളെല്ലാം എന്ത് ഡ്രസ് ഇട്ടാലും നല്ല രസമായിട്ടിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് എനിക്ക് ചേരണുണ്ടോയെന്ന് അറിയില്ല. അപ്പം നമ്മളിനി നെക്സ്റ്റ് ഷോപ്പിൽ പോവാണ്. ഈ അടുത്ത ഷോപ്പിൽ പോയിട്ട് മെറ്റീരിയൽസ് നോക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി എല്ലാ സ്ഥലത്തും പോയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഒന്നുകൂടി വന്നിട്ട് നോക്കും വാങ്ങിക്കാനായിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ അത്ര ആൾ തിരക്കൊന്നുമില്ല കേട്ടോ. ഷീമട്ടിയുടെ അകത്താണെങ്കിലൊക്കെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കളക്ഷനും കുറവാന്ന് തോന്നുന്നു. കാരണം ഇപ്പം ആൾക്കാരില്ലാത്തതുകൊണ്ട് അവർക്ക് പുതിയ മെറ്റീരിയൽസ് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാണോ ഇതൊക്കെ റെഡി ആവുന്നത്. എന്തായാലും അപ്പം നമുക്കിനി നെക്സ്റ്റ് അടുത്തോട്ട് പോവാം. ഇനി മിക്കവാറും കല്യാൺ അല്ലെങ്കിൽ ജയലക്ഷ്മി. ഇവിടെ ജയലക്ഷ്മി ഉണ്ട്. നമുക്ക് ജയലക്ഷ്മി കയറാം. ഈ ഭാഗത്തായിട്ടാ ജയലക്ഷ്മിയിലാണ് കേട്ടോ ഇനി അടുത്ത കയറാൻ വേണ്ടി. അപ്പം നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഇവിടെ ഇല്ല, ഇവിടെ മെക്ഡൊണാൾഡ്സ് നമ്മളിപ്പോൾ ജയലക്ഷ്മി വന്നിരിക്കാട്ടോ. ഇവിടെ നിറയെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. തോന്നുന്നത് വേറെ എന്തിൻ്റെ പെയ്ഡ് ആയിട്ടുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഈ സമയത്ത് വരേണ്ടതുണ്ടോ അറിയത്തില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, ജയലക്ഷ്മിയുടെ ബോർഡ് വളരെ ചെറുതാണ്. നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്. ഈ കട എവിടെയാണെന്ന് നോക്കി നടക്കണം. ഭയങ്കര ചെറിയ ഒരു ബോർഡാണ് അത്. ജയലക്ഷ്മിയുടെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ബോർഡ് ഒന്ന് വലുതാക്കിയാൽ നല്ലതായിരുന്നു. നിങ്ങൾക്ക് നല്ലതല്ലേ? വലിയ ബോർഡാകുമ്പോഴേക്ക് ദൂരെ നോക്കിയാൽ കാണുന്നത് വളരെ ചെറിയ ബോർഡാവും. കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ എന്താ ജയലക്ഷ്മി കയറി കേട്ടോ. പക്ഷെ ജയലക്ഷ്മിന്നൊക്കെ മെറ്റീരിയൽസ് ഭയങ്കര കുറവാണ്. ഇപ്പം എല്ലാ ഷോപ്പിലും മെറ്റീരിയൽ കളക്ഷൻ വളരെ കുറവാണ്. തീർന്നു പോയി എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത നമ്മൾ മിലാൻ ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. അവിടെ കിട്ടുമോ എന്ന് നോക്കാം. പക്ഷേ റെഡ് കളറിൽ നിന്ന് മാറണമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നമ്മൾ നേരത്തെ ഷീമാട്ടി കണ്ടിരുന്ന സെയിം ആ ഒരു ക്രിസ്പി ജോർജറ്റോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് പേരിലുള്ള ഒരെണ്ണം കണ്ടു. എനിക്ക് പക്ഷേ ഇങ്ങനെ ഫ്ലോയി ആയിട്ട് കിടക്കണം. അതാകുമ്പോൾ സാറ്റിൻ മെറ്റീരിയലാണ് ഉള്ളത്. അതിനകത്ത് പിന്നെ നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കണം. നമ്മളായിട്ട് തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഗ്ലൂ വെച്ചിട്ടൊക്കെ. ഇനിയില്ലെങ്കിൽ അങ്ങനെ ആലോചിക്കാമെന്ന് വിചാരിക്കും. എനിക്ക് ഒത്തിരി ഡിസൈനൊന്നും വേണ്ട. കാരണം നമ്മൾ ഹൽദിക്ക് മെഹന്തിക്ക് ഇടാല്ലേ. ഹൽദിക്ക് എന്തായാലും മഞ്ഞളൊക്കെ ആയിരിക്കും. അപ്പോൾ ഡ്രസ്സിലൊക്കെ ആവും. അപ്പോൾ എനിക്ക് ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സിനോട് താല്പര്യമില്ല. മെഹന്തിക്കാണെങ്കിലും നമ്മൾ മൈലാഞ്ചിക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആകുകയും ചെയ്യും. ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോത്ത് നോക്കുന്നില്ല. ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ളത് എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ നോക്കട്ടെ. മിക്കവാറും സാറ്റിൻ ക്ലോത്ത് അല്ലെങ്കിൽ സിൽക്ക് മെറ്റീരിയൽ എടുത്തിട്ട് അതിനകത്ത് വർക്ക് ചെയ്യേണ്ടി വരും. അമ്മൂസ് എനിക്ക് ബീഡ്സ് ഫിറ്റ് ചെയ്ത് തരില്ലേ? അമ്മൂസിന്റെ ഉള്ളിലെ ഫാഷൻ ഡിസൈനറെ ഉണർത്ത്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്തത് മിലാനിലോട്ട് പോവാം. ജയലക്ഷ്മിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഷീമാട്ടിയിൽ തിരക്കില്ലായിരുന്നു, ജയലക്ഷ്മിയിൽ നല്ല തിരക്കുണ്ട്. എനിക്കോട് ഫുൾ ബ്രൈഡൽ ആളുകൾ ജയലക്ഷ്മിയിലോട്ടാണ് വരുന്നത്. നിറച്ച ആൾക്കാരെന്ന് പറഞ്ഞാൽ മുട്ടി ആൾക്കാരുണ്ട് അതിനകത്ത്. അയ്യോ, ഞാനിപ്പോൾ ഇങ്ങനെ മാറി നടക്കുമായിരുന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് മിലാനിലോട്ട് പോകാം. റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. മിലാനിൽ നിറയെ ഡിസൈൻസ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടോ. നല്ല ഭംഗിയുള്ള ഡിസൈൻസ്, നല്ല എന്താ ട്രെൻഡി അല്ലെങ്കിൽ അതേപോലത്തെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഉണ്ട്. പക്ഷെ അതിനനുസരിച്ച് തന്നെ നല്ല റേറ്റും ഉണ്ട്. നമ്മൾ ഡൈ ചെയ്യിപ്പിച്ചെടുക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ മിലാനിലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ കളേഴ്സ് എനിക്കൊന്ന് വച്ച് നോക്കണേനൊക്കെ അവിടെ കുറച്ച് കൊറോണ ആയതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് സ്പെൻഡ് ചെയ്യണതിന് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിലാനിൽ പോയിട്ട് എടുക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ട് മിലാനിൽ. പക്ഷെ എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ്. അപ്പം ഞാൻ എക്സ്പെൻസീവ് ആയതിനാൽ അവിടെ നിന്ന് ഞാൻ തിരികെ പോന്നു. ഹലോ, അപ്പം നമ്മൾ മിലാനിൽ പോയി ഡ്രസ്സൊക്കെ നോക്കി. ഇവിടെ എങ്ങനെയാണെന്നോ സാറ്റിൻ മെറ്റീരിയൽ അവർ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിരിക്കും. അപ്പോൾ ഇതിന് 25,000 rupees. കാരണം അത്ര പൈസ ഈ മെഹന്തിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണതിൽ ഒരർത്ഥം ഇല്ലാത്തതിനാൽ ഞാനത് എടുക്കുന്നില്ല. ഞാനിപ്പോൾ സ്റ്റോറി ഇട്ടിട്ടൊന്ന് ചോദിക്കാമെന്ന് വിചാരിക്കാം. ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും വേറെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ മേടിച്ച് ഹാൻഡ് വർക്ക് മാത്രമേ ചെയ്യിപ്പിച്ചാൽ മതിയല്ലോ. ഇപ്പം ഞാൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈനറുള്ള ആളെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1,500 2,500 ചെയ്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്. 1,500 2,500 ഇത് ഫുൾ ലഹങ്ക സ്റ്റിച്ച് ചെയ്യാനായിട്ട് അഗെയിൻ ഒരു 2,500. എന്നാലും ഒരു 10,000 ബിലോ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
അപ്പം എന്തായാലും നോക്കാം, നമുക്ക് സിൽക്ക് മെറ്റീരിയൽ എടുത്തെന്ന് അങ്ങനെ ചെയ്യാം. അപ്പോൾ രാധാകൃഷ്ണയിലോട്ട് പോകാം കേട്ടോ, അവിടെയും കൂടി നോക്കണം, രാധാകൃഷ്ണയിൽ പോയി നോക്കണം. പിന്നെ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഗുഡ്വില്ല് പോയി നോക്കണം. വന്നിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിക്കാം. അതാണിപ്പോൾ നമ്മുടെ തീരുമാനം. എനിക്കിഷ്ടമല്ല ഈ ഷോപ്പിംഗ് പരിപാടി, ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. ഏതെടുക്കണം എന്ന് അതിന് ഐഡിയ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ ഫുള്ളി ലെഹങ്കയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തത്, ഹൽദിക്കും മെഹന്തിക്കും വേണ്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വേണം വേട്ടനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്തിനുള്ള എടുത്ത് ആൾക്കൊക്കെ തന്നെ പോകണം. അമ്മൂസിന് പിന്നെ വീട്ടിലും നമുക്ക് പിന്നെയാണെങ്കിലും പോയി എടുക്കാം. വേട്ടം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് മുന്നേ ഞങ്ങളുടെ ഡ്രസ്സ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ എടുക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ശരി, ഞങ്ങൾ രാധാകൃഷ്ണനെ ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാമേ. നമ്മൾ രാധാകൃഷ്ണയിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ, അവിടെ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കുകയാണ്. പക്ഷെ വെളിയിൽ വണ്ടി വെച്ച് നടന്നു വന്നാൽ മതിയായിരുന്നു. എനിക്ക് കറക്റ്റ് ഈ രാധാകൃഷ്ണ ഏത് സ്ഥലത്തായിട്ടാണ് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് വണ്ടി വെച്ച് വന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും വരുമ്പോൾ ഇത്രയും തിരക്കില്ല. ഇതിപ്പോ കൊറോണ ആയിട്ട് ഞാൻ വിചാരിച്ചു അത്ര തിരക്ക് കാണില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ഇവിടെ നിന്ന് ആരും കൊറോണ അറിഞ്ഞിട്ടില്ല എന്നോ, ഭയങ്കര തിരക്ക്. ഞാൻ എല്ലാ പ്രാവശ്യം വരണേനേക്കാട്ടിലും തിരക്കുണ്ട്. അത് ഉച്ച സമയത്തെ 12 മണി, ചിലപ്പോൾ എനിക്ക് ഈ ടൈമിൽ ചന്ത സമയം വല്ലതാണോ. ഹലോ, നമ്മള് രാധാകൃഷ്ണയിൽ കയറിയില്ല കേട്ടോ. രാധാകൃഷ്ണ പോണ വഴി എന്റെ ദൈവമേ, നിങ്ങൾ കാർ കൊണ്ട് ആ വഴി വരരുത്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അതിനകത്ത് കാർ ഒരിടത്ത് നിർത്താൻ പറ്റില്ല, കാർ നീക്കാൻ പറ്റില്ല. ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഇത്രയും തിരക്ക് കണ്ടിട്ടില്ല. ആളുകൾ നടന്നോടെ കണ്ടിട്ടുണ്ട്, സൈഡിലൊക്കെ വണ്ടി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും റോട്ടിൽ കൂടെ വണ്ടികൾ ഇങ്ങനെ ദുരിതരാ. എനിക്കവിടെ ഉച്ച സമയത്തുകൊണ്ട് എന്തോ ചന്ത സമയമാണെന്ന് തോന്നുന്നു. അവിടെ അങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കണ ആ ടൈമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അത്രയും തിരക്കറിയില്ല. എന്തായാലും ആ വഴി നിങ്ങൾ വണ്ടി കൊണ്ട് പോകരുത്. 2 വീലറായിട്ട് പോകാമെങ്കിൽ മാത്രമേ നിങ്ങൾ ആ വഴി പോയാൽ മതി. രാധാകൃഷ്ണയ്ക്ക് വേറെ പാർക്കിംഗ് ഉണ്ടോയെന്നും അറിയില്ല. അപ്പം നമ്മളിപ്പോൾ ഇനി അടുത്ത നമ്മൾ ഗുഡ്വില്ല് പോവാണ് കേട്ടോ. വൈറ്റിലയിലാണ്, വൈറ്റില ആ ഭാഗത്തായിട്ട് ഗുഡ്വില്ല് ഉണ്ട്. അപ്പം അവിടെ പോയിട്ട് മെറ്റീരിയൽ നോക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് 2 വീലർ എടുത്തിട്ട് രാധാകൃഷ്ണനെ പോയി നോക്കാം. അല്ലാതെ ആ വഴി വണ്ടി കാറുമായിട്ട് പോകാനായിട്ട് ഒട്ടും പറ്റില്ല. അപ്പോൾ ഞങ്ങളിവിടെ ഒരു കടയിൽ നിന്ന് വെള്ളം മേടിച്ചു. എന്നിട്ട് ഇപ്പം നമ്മൾ ഗുഡ്വില്ലോട്ട് പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ എന്ത് ഡ്രസ്സാണ് എടുക്കണേന്ന്. ഞാൻ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് എടുക്കണ്ടെന്ന് ഓർത്തിട്ടാണ് ഇത്രയും കടകളിൽ ഇങ്ങനെ കയറി. നമ്മൾ ഏകദേശം നേരത്തെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ, ഇന്ന ഷോപ്പുകളിൽ പോകണം. അതും ആ ഷോപ്പുകൾ പോണ വഴി ഇങ്ങനെ കറക്റ്റ് പോണ വഴികളിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ എൻഗേജ്മെന്റ് ഷോപ്പിങ്ങിന് നമ്മൾ അവിടെ പോയി, അവിടെ തിരിച്ചു വന്ന് പിന്നെ അങ്ങോട്ട് തന്നെ പോയി, അങ്ങനെ ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് ലൈനായിട്ടാണ് പോണേ. അപ്പോൾ സമയം 1 മണി കഴിഞ്ഞു, 1:30 കഴിഞ്ഞു നോക്കും. അപ്പോൾ ഇന്നത്തോടെ എന്തായാലും ഞാൻ ഫൈനലൈസ് ചെയ്യും ലെഹങ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള, ഹൽദിക്കും മെഹന്തിക്കും വേണ്ടിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ. അതാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശരി, എന്നാൽ പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ. അപ്പോൾ അങ്ങനെ നമ്മൾ ഗുഡ്വില്ലിൽ എത്തിയിട്ടോ. ഇത് വൈറ്റില ആ ഭാഗത്തായിട്ടുള്ള ഗുഡ്വില്ലാണ്. 2 ഗുഡ്വില്ലുണ്ട്. ഒരെണ്ണം നമ്മുടെ കൊച്ചി മെയിൻ ആയിട്ടുള്ള സ്ഥലത്തുണ്ട്. പക്ഷെ അവിടെ ഇങ്ങനെ ഡ്രസ് മെറ്റീരിയൽസ് ഇല്ല, ഓൺലി ഓർണമെന്റ്സ്. ഇവിടെ ഡ്രസ് മെറ്റീരിയൽസ് ഉള്ളത്. ഇത് വൈറ്റില ആ ഒരു ഭാഗത്താണ്. നമ്മുടെ എനിക്ക് കറക്റ്റ് ഞാൻ പറ്റുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങളില്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും മതി. ഞാൻ പോയ സ്ഥലങ്ങളിൽ വെച്ചിട്ട് എനിക്ക് കുറച്ച് മെറ്റീരിയൽസിന് നല്ല കളക്ഷൻ ആയിട്ട് തോന്നിയത് ഗുഡ്വില്ലാണ്. ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾ ചുരിദാറിനോ അല്ലെങ്കിൽ ലഹങ്കയ്ക്കൊക്കെ മെറ്റീരിയൽ നോക്കുന്നുണ്ടെങ്കിൽ ഗുഡ്വില്ലോട്ട് വന്നാൽ മതി. ഗുഡ്വില്ല് ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല പല 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 കളർഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ കുറേ മെറ്റീരിയൽസ് നോക്കി. അതിനകത്തുനിന്ന് ഞാൻ ഒരെണ്ണം നമ്മുടെ മെഹന്തി ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളത് ഒരു മെറ്റീരിയൽ അവിടെ നിന്ന് എടുത്തത്. പക്ഷെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ നല്ല റേറ്റ് വരുമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് മെറ്റീരിയൽസ് എടുത്തത്.
ഒരുപാട് കളർഫുൾ ആയിട്ടുള്ളതുണ്ട്. അപ്പം കുർത്തീസിൻ്റെ ഞാൻ നോക്കണം എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ 1-2 നോക്കിയപ്പോഴേക്കും എന്താ പ്രശ്നം വെച്ചാൽ എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി. എനിക്ക് ഈ വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കൂടെ ഇങ്ങനെ നെറ്റിയും ഇത് കൈവയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അത്ര തലവേദന എടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഒന്ന് നോക്കി കണ്ടുപിടിച്ചെടുക്കാനുള്ള ഒരു മെന്റൽ അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഭയങ്കര തലവേദനയും ഞാൻ വാക്സിൻ എടുത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ആയി തുടങ്ങുമായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തലവേദന വന്ന് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് നോക്കി കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നിറയെ ഡിസൈൻസ് ഉണ്ട് കേട്ടോ, നല്ല ഒരുപാട് വെറൈറ്റിയിലുള്ളതുണ്ടായിരുന്നു. അപ്പം മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഗുഡ്വില്ലിൽ വന്ന് നോക്കിയതിന് ശേഷം വേറെ എവിടെയെങ്കിലും നോക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ അവർ നമുക്ക് ഇതേപോലെ ഇങ്ങനെ വച്ച് തരും കേട്ടോ. നമ്മൾ പറയുന്നത് എന്ത് ലഹങ്കയാണോ അല്ലെങ്കിൽ ചുരിദാർസ് ആണോ അതിനനുസരിച്ചിട്ട് അവരിങ്ങനെ വച്ച് ഏകദേശം അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അതേപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതെടുക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ വച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് എവിടെ പോയത്? ഗുഡ്വില്ല് പോയി. ഗുഡ്വില്ലിൽ നിന്ന് നമ്മൾ മെഹന്തിക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര എക്സ്പെൻസീവ് ആയിട്ടൊന്നും അല്ല, ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെഹന്തി. ഇൻഎക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, എന്നാലും അത്യാവശ്യം പൈസ ഇട്ടിട്ടുണ്ട്. എന്നാലും തലേ ദിവസമാണ് ഇടുന്നത് മെഹന്തി. അപ്പം അതുകൊണ്ട് ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇനി അത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം. പിന്നെ ഇനി നമുക്ക് മെഹന്തിക്കുള്ളത് ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഞാൻ ഓർത്തൊന്ന് സ്റ്റിച്ചഡും കൂടി നമുക്ക് പോയി നോക്കാം. ഞാൻ ഇപ്പോൾ ജയലക്ഷ്മിയിലൊക്കെ പോയെങ്കിലും പക്ഷെ നമുക്ക് ജയലക്ഷ്മിയിലൊക്കെ പോയപ്പോൾ സ്റ്റിച്ചഡും കൂടി നോക്കിയിട്ട് വന്നാൽ മതിയായിരുന്നു. നമ്മൾ മെറ്റീരിയൽ മാത്രം അങ്ങോട്ട് നോക്കിപ്പോയി. അപ്പോൾ അവിടെ പോയിട്ട് നോക്കണം, സ്റ്റിച്ചഡ് ആയിട്ടുള്ളതും കൂടി നോക്കാം. എന്നിട്ട് ഇവിടെ വന്ന് ഫൈനലൈസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ചെറുതായിട്ടുള്ള അത്യാവശ്യം നന്നായിട്ട് തലവേദന എടുക്കുന്നുണ്ട്. വാക്സിൻ എടുത്തതിൻ്റെ ആണെന്ന് തോന്നുന്നു. എനിക്ക് പക്ഷെ തലവേദന എപ്പോഴെപ്പോഴും വരാറുണ്ട്. അപ്പം അതിൻ്റെ ആണോ വാക്സിൻ എടുത്തതിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല. അപ്പം എന്തായാലും ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ജയലക്ഷ്മിയിലോ അവിടെ എവിടെയെങ്കിലും പോയിട്ട് നോക്കും. എന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് എവിടെയെന്ന് വെച്ചാൽ മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കണം. പറയുന്നൊന്നും ക്ലിയർ ആവണില്ലേ? ചിക്കിങ് പോണോ? ചിക്കിങ്ങിലാകുമ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം. അതോ ചിക്കിങ് കഴിക്കാൻ താല്പര്യം വേറെ വല്ല നോക്കാം. താല്പര്യം ഉണ്ടോ? എനിക്കറിയാം. ബർഗർ കഴിക്കാനായിട്ട് അത്ര ഇഷ്ടമില്ല. ബർഗറല്ല, അവിടെ ചിക്കൻ പീസും ചിക്കൻ ആണെങ്കിലും കഴിച്ചാൽ എനിക്കൊരു സംതൃപ്തി ഇല്ല. അല്ല, നിങ്ങൾ മേടിച്ചു. എനിക്ക് 2 ഏത്തപ്പഴം മേടിച്ചെന്നല്ല, അല്ല ചിക്കൻ എന്നല്ല, അല്ലാത്ത വെളിയിലെ കടയിൽ നിന്ന് ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ എടുക്കായിരുന്നു. പക്ഷേ പിന്നെ നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടായിരുന്നു കേട്ടോ പോണ വഴിക്ക്. പക്ഷെ ഒന്നും ഷൂട്ട് ചെയ്തിരുന്നില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് അഞ്ചിൽ ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ കുറെ ആയിട്ടും നമുക്ക് അങ്ങനെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അപ്പൊ കുറച്ചൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ്. നമ്മളിപ്പോ ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് ഇനി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മളിവിടെ നമ്മളിവിടെ പാലാരിവട്ടം ചിക്കിങ്ങിലാണ് കേട്ടോ. ഇവര് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഫ്രൂട്ട്സ് മേടിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ചിക്കൻ ചിലപ്പോൾ എടുക്കില്ല. എൻ്റെ ഒരു മൂഡ് പോലെ എടുക്കാത്തതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോയി ഡ്രസ്സിന്റെ കാര്യം നോക്കാൻ. എനിക്ക് തലവേദന കൂടി വരുന്നുണ്ട്. വാക്സിൻ എടുത്തതിൻ്റെ ആണോ അല്ലയോ എന്നറിയില്ല. കാരണം എനിക്ക് എപ്പോഴും തലവേദന വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആണോ തലവേദന അതോ എന്തിന്റെ ആണെന്ന് അറിയുന്നില്ല. പക്ഷെ എന്തായാലും നല്ല തലവേദന ഉണ്ട്. വെയിലും ഉണ്ടായിരുന്നേ. അപ്പോൾ വെള്ളം മേടിക്കാനൊക്കെ വെയിലത്തൂടെ നടന്നു. പിന്നെ ജയലക്ഷ്മിയല്ല ഷീമാട്ടിയിൽ പോകാനൊക്കെ ഏറ്റവും ജയലക്ഷ്മിയിലാണെങ്കിൽ എല്ലായിടത്തും ഭയങ്കര വെയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഉച്ചക്കലത്തെ വെയിലും ഉണ്ട്. എനിക്ക് ഈ ഉച്ചക്കലത്തെ വെയിലും കൊണ്ട് അങ്ങനെ പ്രശ്നമുണ്ട്. എന്തായാലും പറയുക, മൈഗ്രെയിനോ അങ്ങനെ വെയിലും ഉണ്ടായി ചെറിയ പ്രശ്നം. അങ്ങനെ വെയിൽ കൊള്ളാറില്ലാത്തതാണ്. ഇപ്പം ഇങ്ങനെ വെയിൽ കൊള്ളേണ്ടി വന്നു. പക്ഷെ അന്നൊക്കെ നമ്മൾ എൻഗേജ്മെന്റിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴൊക്കെ വെയിൽ കൊണ്ടിട്ട് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഇന്ന് വാക്സിൻ കൂടി എടുത്തപ്പോൾ കുറേ പേര് ഇൻസ്റ്റയിൽ ഞാൻ വാക്സിൻ എടുത്തെന്ന് പറഞ്ഞിട്ടപ്പോഴേക്കും ഇങ്ങനെ പറയണ്ടായിരുന്നു. എന്താ പറഞ്ഞത്, സൺലൈറ്റ് കൊള്ളാൻ പാടില്ല എന്ന്. എനിക്കറിയില്ല അതിൻ്റെ ആണോ എന്ന്, നോ ഐഡിയ. അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യം പറയാം. ഡ്രസ്സ് എടുക്കാനായിട്ട് ഞാൻ കുറേ നമ്മൾ എടുക്കുന്നതിന് മുന്നേയായിട്ട് ഒത്തിരി വീഡിയോസ് കണ്ടു കേട്ടോ. ഡ്രസ്സ് ഇങ്ങനെ ഷോർട്ട് ആയിട്ടുള്ള ഫാറ്റ് ആയിട്ടുള്ള ഗേൾസിനെ പറ്റി. എനിക്ക് പൊക്കില്ലാത്തതുകൊണ്ട് നന്നായിട്ട് വണ്ണം ഫീൽ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽ എടുക്കണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ എടുക്കാൻ പോകുന്നത്. പിന്നെ അറിയാം അതൊക്കെ ശരിക്കും ഉള്ളതാണോ. അത് കഴിഞ്ഞിട്ട് വേണം അതിനെ റിലേറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാനായിട്ട്. കറക്റ്റ് ആണോ എന്ന് ചെയ്തിട്ട് വേണം അറിയാൻ വേണ്ടി.
നമുക്ക് എന്തായാലും നോക്കാം. റോഡിലൊക്കെ നല്ല തിരക്കുണ്ട്. നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാം. മൂസ് ഇങ്ങനെ ചിക്കന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. പിന്നെ വേറൊരു ന്യൂസ് ആണല്ലോ, നമ്മൾ ക്യാമറ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ജീൻസ് ഓർഡർ ചെയ്തത്. മുന്നേ ഒരു ജീൻസ് മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രൈഡ്സ് ടു ബീക്കുള്ള ഡ്രസ്സ് ഞാൻ ഓൺലൈനായിട്ട് മിന്ത്രയിൽ നിന്ന് എടുക്കാമെന്നാണ് വിചാരിക്കണേ. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് എടുക്കുമ്പോഴേക്കും മെറ്റീരിയലിന് തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട്, 750 950. അപ്പോൾ അത്ര മീറ്റർ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് കൂടും. ഇപ്രാവശ്യം ഞാൻ ഭയങ്കരമായിട്ട് ചിലവ് ചുരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എൻഗേജ്മെന്റിന് വെറുതെ ആവശ്യമില്ലാതെ അന്ന് അടുത്ത ലെഹങ്കയ്ക്ക് 16,000 or 17,000 rupees. അത് അവിടെ ചുട്ടിക്കുട്ടി ഒറ്റ തവണ ഇട്ടത്, ആ ചുട്ടിക്കുട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ആ കീറിയതാ, അതാണെങ്കിൽ ഡാൻസ് കളിച്ചപ്പോൾ അത് താഴത്ത് കീറുകയും ചെയ്ത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഭയങ്കര ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒറ്റ തവണ യൂസിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾ പറയിലൊക്കെ പറയണ്ടാവും കല്യാണത്തിന് ഇങ്ങനെ പിശിക്കുന്നത്. പിശിക്കല്ല കേട്ടോ, അത് വീണ്ടും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് എനിക്കത് ഇനി വേറെ എവിടെ ഇടാൻ പറ്റില്ല. ഒരു ഡ്രസ്സ് പിന്നെ ഇടുമ്പോഴേക്കും എന്തായാലും എല്ലാവരും ചോദിക്കാൻ തുടങ്ങും. പിന്നെ അങ്ങനത്തെ ഫംഗ്ഷൻസിനും പ്രത്യേകിച്ച് അതൊരു പാർട്ടി വെയർ അല്ലേ, അപ്പം അങ്ങനത്തെ പരിപാടികൾക്കല്ലേ പോകുമ്പോൾ ഇടാനും പറ്റുള്ളൂ. സോ ഞാൻ അങ്ങനെയാണ് നോക്കി നടക്കുന്നത്. ഇപ്പം എല്ലായിടത്തും പോയിട്ടൊക്കെ ഒക്കത്തിനും നല്ല വിലയാണ് പറയുന്നത്. ഇപ്പം മെഹന്തിക്കുള്ളത് എടുത്തിട്ടുള്ളത് അത്ര പൈസയുടെ അല്ല കേട്ടോ. കാരണം തലേ ദിവസം വീട്ടിൽ തന്നെ ഇരിക്കാം. നമ്മൾ ഹൽദി തലേന്നിൻ്റെ മുന്നത്തെ ദിവസം, ഹൽദി തലേ ദിവസമാണ്. കാരണം അല്ലെങ്കിൽ മെഹന്തി തലേ ദിവസമാണ്. ഹൽദിയുടെ അന്ന് ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ കല്യാണമാണെങ്കിൽ തലവേദനയും ക്ഷീണമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒരു ദിവസം മുന്നേ ആക്കി. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത ദിവസമാണ് മെഹന്തി പറഞ്ഞാൽ ചുമ്മാ മൈലാഞ്ചി ഇടാൻ ആളുകൾ നമ്മുടെ കസിൻസൊക്കെ വീട്ടിലൊക്കെ വരികയായിരിക്കും എന്ന് വിചാരിക്കണം. ഈ കൊറോണ സമയത്ത് ഇനിയിപ്പോൾ അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആകുമെന്ന് അറിയില്ല. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വീട്ടിലിരിക്കാമല്ലേ, വീട്ടിലിരിക്കുമ്പോൾ അത്ര വലിയ ഉടുപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കളറിൽ ഒരു മെഹന്തിക്ക് സൂട്ടാണ് പോലത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ഡ്രസ്സ് എടുത്തത്. ഇനി അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാമെന്നെങ്കിൽ തന്നെ പൈസ ആവും. അപ്പോൾ പിന്നെ നമ്മുടെ കല്യാണത്തിൻ്റെ ബ്ലൗസ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സ്ഥലം കാണിച്ചിട്ടില്ലേ, ആ ചേച്ചി എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ആ ചേച്ചിയുടെ മുന്നത്തെ ഏതോ വീഡിയോയിൽ ഞാൻ അവരുടെ ടൈലർ ഷോപ്പ് കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പഴമൊക്കെ ആയിട്ട് ആളെത്തി. നല്ല ചൂടുണ്ട്, വെയിലുണ്ട്. നല്ല വെയിലുണ്ട്. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ പോയി. ചിക്കിങ്ങിന് അവർ ഫുഡ് കൊണ്ട് തന്നു. നമ്മളപ്പോ ഇവിടെ എന്താ കഴിക്കാം? പിന്നല്ലോ ഓക്കെ, ഇവിടെ കഴിക്കാം. ഹലോ, അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലെത്തി. നമ്മുടെ ഇന്നത്തെ പ്ലാൻ നമ്മൾ ക്യാൻസൽ ചെയ്തു കേട്ടോ. നാളെ ജയലക്ഷ്മിയിൽ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു. പിന്നെ കൈയൊക്കെ ഭയങ്കരമായിട്ട് പുകയുന്നു, കൈയും കാലൊക്കെ പുകയണു. വെയിലത്ത് കടന്നിട്ടേ അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. ഇപ്പോൾ 4 മണിയാവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഓർത്തു ബാക്കിയുള്ളത് നാളത്തേക്ക് മാറ്റാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റത്തെ വ്ളോഗിൽ കാണാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വ്ളോഗായിരിക്കും കേട്ടോ, ഷോപ്പിംഗ് വ്ളോഗായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യാം. വ്ളോഗിയാണ് തലതിരിഞ്ഞേ. ഈ ക്യാമറ തലതിരിഞ്ഞു പോണ ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ടാറ്റാ.